കേരളത്തിൽ ഈ ഗവർണർ സർക്കാർ പോര് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് തുടരുകയാണ്. നമുക്കറിയാം, സർവകലാശാല വിഷയത്തിൽ ഉൾപ്പെടെ ഗവർണർ സ്വീകരിച്ച നിലപാട് സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. പല വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ആരംഭിച്ച ആ പ്രശ്നങ്ങളെല്ലാം അതേപടി തുടരുകയാണ്. ഗവർണർ നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന നിലപാടിലാണ്. സർക്കാരാകട്ടെ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സർക്കാരിൻ്റെ വാശി. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആ പോര്, ഈ ഗവർണറോടുള്ള സർക്കാരിൻ്റെ വിരോധം, വിയോജിപ്പ് ഒക്കെ സർവ്വസീമകളിൽ ലംഘിച്ച് ഓണാഘോഷത്തിൽ വരെ എത്തി നിൽക്കുക. ഓണാഘോഷത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഗവർണർ സാധാരണ ഓണാഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്നതാണ്. ഇപ്പോൾ അതിൽ നിന്ന് പോലും ഗവർണറെ വിലക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ ഒരു നയം, സംസ്ഥാന സർക്കാരിൻ്റെ ഈ വാശി കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും? അല്ല, അത്തരത്തില് ഈ വക ചടങ്ങുകളിൽ ക്ഷണിക്കാതിരിക്കുന്നത് വലിയൊരു നെറുകേടാണ്. നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ എന്തെല്ലാം യോജിപ്പോ വിയോജിപ്പോ ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. അതെ, ഓണം എല്ലാവരുടെയും ഉത്സവമാണ്, എല്ലാവരുടെയും ആഘോഷമല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു തലവനായിട്ട് നിൽക്കുകയല്ലേ. അതെ, അദ്ദേഹത്തെ ക്ഷണിക്കാതെ ഇതൊക്കെ നടത്തുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ധിക്കാരം കൂടിയാണെന്നുള്ളതാണ്. ഇവർക്ക് മറ്റു പല കാര്യങ്ങളിലായിരിക്കും വിയോജിപ്പ്. അതെ, ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ ആ തരത്തിൽ തീർക്കുക. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന സമയത്താണ് ഇവര് ഗവർണർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഗവർണറെ വഴി തടയുക, വഴി നടക്കാൻ പോലും അനുവദിക്കാതിരിക്കുക, അതും ഇവരുടെ കുട്ടി സഹാക്കളെ ഇറക്കിക്കൊണ്ടാണ് പോർവിളി നടത്തുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഇവരുടെ സംസ്കാരത്തിന് എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. സംസ്കാര ശൂന്യമായ പ്രവൃത്തി. ഇവർ ഈ SFIയും DYFI എന്ന് പറയുന്നത് ഗുണ്ടായിസം ഉള്ളവരാണ്. അവരുടെ ഗുണ്ടായിസം കാണിക്കേണ്ട ആളാണോ ഗവർണർ എന്ന് പറയുന്നത്? അവരുടെ പിള്ള കളിക്കിരിക്കുന്ന ആളാണ്, അവരുടെ മടിയിലാണോ ഇരുത്ത്? സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. എന്നിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമോ അതെ, വളരെ മോശപ്പെട്ട തെറി വാക്കുകളൊക്കെ പറയും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ SFIയുടെ കൾച്ചർ എവിടെ പോയി എന്നും. DYFI എന്ന് പറയുന്ന സാധനം കൾച്ചർ ഇല്ലാത്ത വെറും ഗുണ്ടാ സംഘങ്ങൾ മാത്രമാണെന്നും നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ഇത് സർവകലാശാല VC നിയമനത്തിലൊക്കെ തൊടുമ്പോഴാണ് ഇവരുടെയൊക്കെ കൈകൊള്ളുന്നത്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും ഇവരുടെ വഴിവിട്ട സർവകലാശാലയിലെ പല നിയമനങ്ങളെ ചോദ്യം ചെയ്യലും ഒക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് രൂക്ഷമായി കൊണ്ടുവന്നിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത് മുഴുവൻ, അല്ലേ? കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം തന്നെ എപ്പോഴും ഇവർ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഇവരുടെ തോന്നിയ രീതിയിൽ നിയമിക്കുകയാണ്. അവരുടെ ആൾക്കാരെ നിയമിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ തോന്നിവാസങ്ങൾ അവിടെ നടത്തണം, പിൻവാതിൽ നിയമനം നടത്തണം, അവിടെ ഈ രാഷ്ട്രീയ കളി തുടരണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഈ അനർഹരായ ആൾക്കാർ, BCom പഠിക്കാത്തവന് MComന് അഡ്മിഷൻ കൊടുക്കുക, അതെ, BA ജയിക്കാത്തവന് MPhilന് ചേർക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരികിടകൾക്കും ഈ VC ആയിട്ടിരിക്കുന്ന ആള് ഓശാന പാടണം. അതിന് അവരുടെ ആൾക്കാരെ കൊണ്ടുവയ്ക്കും അവിടെ. അത് ആരിഫ് മുഹമ്മദ് ഖാൻ അനുവദിച്ചില്ല. അദ്ദേഹം മെറിറ്റ് നോക്കി വളരെ കൃത്യമായിട്ട് ഈ പാനല് ഉണ്ടാക്കി അതിനനുസരിച്ച് അദ്ദേഹം ആൾക്കാരെ നിയമിക്കണമെന്ന് വാശി പിടിച്ചു. ആ വാശിയെ മറികടന്നുകൊണ്ട് നിയമിച്ച ആളിനെ സുപ്രീം കോടതി തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞു, കണ്ണൂർ VCയെ. അപ്പോൾ ഇതൊക്കെ ഈ കൃത്യമായിട്ടും ഈ പറയുന്നത് പോലെ നിയമങ്ങളെയും ചട്ടങ്ങളെയും വളച്ചൊടിച്ച് തങ്ങളുടെ വരുതിക്ക് നിർത്തി കാര്യങ്ങൾ ചെയ്യുക, അത് ആരിഫ് മുഹമ്മദ് ഖാനും അനുവദിക്കുന്നില്ല. ഇപ്പോഴിതാ രാജേന്ദ്ര ആർലേക്കറും അത് അനുവദിക്കുന്നില്ല. ആ വിരോധമാണ് അദ്ദേഹത്തിനോട് ഇത്രയും വെറുപ്പ് കാണിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയപ്പ് പോലും ശരിയായ രീതിയിൽ ഇവർ കൊടുക്കാതെ, അതെ, വളരെ അദ്ദേഹം ബീഹാറിൽ ഒന്നും മിണ്ടാതെ കടന്നുപോയി. കാരണം ഇവരുടെ സംസ്കാരം ഇതാണല്ലോ. അതെ, ബീഹാറിലെ ഗവർണറായിട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് വന്നു ആർലേക്കർ.
ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടത് ഒന്നും കാണാതെയല്ല എന്നുള്ളത് ഓർക്കണം. അത് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഉടനെ പോയി ഇദ്ദേഹത്തെ കാണുന്നു. പിറന്നാൾ ദിനത്തിന് മുഖ്യമന്ത്രിയുടേത് ഇദ്ദേഹം ഗവർണർ അങ്ങോട്ടേക്ക് ചെന്നു അല്ലെ. പിന്നീട് മുഖ്യമന്ത്രിയും ഭാര്യയും രാജ്ഭവനിലെത്തുന്നു. അങ്ങനെ വലിയൊരു സൗഹാർദ്ദത്തിലേക്ക് വലിയ സൗഹാർദ്ദം മാത്രമല്ല, സുഖമില്ലാതെ കിടന്ന VS അച്യുതാനന്ദനെ ഗവർണർ പോയി കണ്ടു. അല്ല, ഗവർണർ അടുക്കലേക്ക് കൂടുതൽ തവണ എന്തിനാണ് പോയതെന്നറിയാമോ? ഒന്ന് ഗവർണറുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ്. അല്ല, ആദ്യം അതിന് അദ്ദേഹം വഴങ്ങി, അദ്ദേഹം തയ്യാറായിരുന്നു. കാരണം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഗവർണർ ഡൽഹിയിൽ കേരള ഹൗസിൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയത്. നിർമ്മലാ സീതാരാമനെ പ്രാതലിന് ക്ഷണിക്കുകയും മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഗവർണർ അവിടെ ഒരു മധ്യസ്ഥനായിരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം ഉറപ്പുവരുത്തി. ലഭിക്കാനുള്ള, നമുക്ക് നേടാനുള്ള, നമുക്ക് കിട്ടാനുള്ള എത്രയാണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന തരത്തിലേക്ക്, ലഭിക്കുന്ന തരത്തിലേക്ക്, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് ആ ചർച്ച കൊണ്ടെത്തിച്ചു. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഗവർണർ മുൻകൈ എടുത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നിട്ടും ആ ഗവർണറോട് സംസ്ഥാന സർക്കാരിന് മനോഭാവം ഇതാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാശിയുടെയും ഒക്കെയാണ് ഇവരുടെ മനോഭാവം. അല്ല, ഗവർണർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കറിയാം ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന അമിത്ഷാ വിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ്. വകുപ്പും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് UGCയുടെ ചട്ടങ്ങൾ, UGC പറയുന്ന നിയമങ്ങൾ, അതുപോലെ സർവകലാശാല അതത് സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ, ഇതെല്ലാം അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. അതല്ലാതെ വഴിവിട്ട ഒരു കാര്യവും നടക്കില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാനും ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പോഴിതാ ആർലേക്കറും അത് തന്നെ പറയുന്നു, അത് ആവർത്തിക്കുന്നു. അദ്ദേഹം പറയുന്നു ഈ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. എൻ്റെയോ നിങ്ങളുടെയോ ഇഷ്ടമല്ല, എൻ്റെയോ നിങ്ങളുടെയോ താല്പര്യമല്ല. ഈ രാജ്യത്ത് ഇതിന് ഒരു സംവിധാനമുണ്ട്, നിയമങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. ഗവർണർ അത്രയേ പറയുന്നുള്ളൂ. അത് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതിക്ക് പോലും അത് അക്കാര്യത്തിൽ യോജിപ്പാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞ സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ ദയവായിട്ട് ഭരണസ്തംഭനം സൃഷ്ടിക്കരുത്, കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ നാളെ തിങ്കളാഴ്ച വീണ്ടും ആ കേസ് പരിഗണിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയിൽ സാങ്കേതിക സർവകലാശാലയിൽ 2 മാസമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഓണമിങ്ങ് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നില്ല. എന്താണ് ഇവരുടെ ഈ വാശി, ഈ ഇത്തരത്തിലുള്ള ദുർവാശി എന്തിന് സംസ്ഥാന സർക്കാർ കാണിക്കുന്നു എന്ന് സുപ്രീം കോടതി പോലും ചോദിച്ചിരിക്കുകയാണ്. ഈ ഗവർണറെ ഇങ്ങോട്ടേക്ക് അമിത്ഷാ വിട്ടത് ഭാരതാംബയുടെ ചിത്രവും കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതിലൂടെ തന്നെ ഇവര് വെട്ടിലാകുകയും സൗത്ത് ഒന്നും നടക്കത്തില്ല. അതിനോടൊപ്പം തന്നെയായിരുന്നു റവാഡയുടെ നിയമനവും. ഇതെല്ലാം ഇവരുടെ സർക്കാരിന് മേൽ തൂങ്ങുന്ന ചില വാളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും കാണാതെയല്ല, വളരെ തന്ത്രപൂർവമായിട്ട് തന്നെയാണ് അമിത്ഷാ ഇതൊക്കെ നീങ്ങിയിരിക്കുന്നത്. അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ ഇവരുടെ സർക്കാരിന്റെ അതൃപ്തി കാരണം അങ്ങോട്ട് മാറ്റിയതൊന്നുമല്ല. പുതിയ ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അപ്പൊ ഇവരാദ്യം വിചാരിച്ചങ്ങ് വഴങ്ങി കിട്ടുമെന്നാണ്. വീണ്ടും സർവകലാശാലയിൽ ഗവർണർ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കുടനെ പിന്നെയും കൈകൊള്ളി അവരുടെ മുഖഭാവം മാറാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് ഇവർ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, ഈ ഗവർണറോട് പോരെടുക്കുന്നു. ഓണാഘോഷത്തിന് വിളിക്കുന്നില്ല, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്, കേരളത്തിന്റെ സ്വന്തം ആഘോഷം, അതിലേക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന ഗവർണറായിരിക്കുന്ന ഭരണത്തലവനായിരിക്കുന്ന ആളിനെ ക്ഷണിച്ചിട്ടില്ല. അപ്പൊ തരം താഴ്ന്ന ഒരു പ്രവൃത്തി, ഇതിനേക്കാൾ തരം താഴ്ന്ന ഒരു പ്രവൃത്തി വേറെ ഉണ്ടാകാനില്ല.